ഒരല്പസമയത്തിനുള്ളിൽ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കരാട്ടെ പ്രാക്ടീസ് ചെയ്യേണ്ടതാ. ഈ ശബ്ദം വളരെ വ്യത്യസ്തമാണല്ലോ. ഗാർഡനിലേക്ക് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ചെന്ന് നോക്കിയേക്കാം. ഹലോ അങ്കിൾ. അല്ല, നിങ്ങൾ ആരാ? ഈ രാത്രി സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ ഒന്നുമില്ല മോനെ, ഞാൻ വഴി തെറ്റി ഇങ്ങോട്ട് വന്നു പോയതാ. എനിക്ക് വയസ്സായില്ല മോനെ, കണ്ണിനൊട്ടും കാഴ്ചയില്ല. അതിരിക്കട്ടെ, നീ ആരാ മോനെ? ഞാൻ കീക്കോ ആണ് അങ്കിൾ. അങ്കിളിനിപ്പോ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം. വേണ്ട മോനെ, അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഞാൻ സ്വയം ഇവിടുന്ന് പോയിക്കോളാം. എന്നെ പുറത്തേക്ക് ഗേറ്റ് വരെ കൊണ്ടാക്കിയാ മതി. ഇനി നീ ചെന്നിരുന്ന് പഠിക്കും മോനെ. ഇനി പോകാനുള്ള വഴി എനിക്ക് നല്ലോണം അറിയാം. ഇയാൾക്ക് കാഴ്ചയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പിന്നെങ്ങനെയാണ് ഈ കാര്യം മനസ്സിലാക്കിയത്? ഞാൻ അകത്ത് പഠിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. മാസ്റ്റർ ചാങ്, നിങ്ങൾക്കത് ഉറപ്പാണോ? യുദ്ധത്തിന്റെ 3 മുറകൾ പറഞ്ഞു തരുന്ന ആ പവിത്രമായ ബുക്ക് ഇവിടെ ഉണ്ടോ? അതെ മാസ്റ്റർ ഗോ. കാരണം ഈ തൂവൽ എപ്പോഴും യുദ്ധത്തിന്റെ 3 സ്റ്റൈല് കാണിക്കുന്ന ആ ബുക്കിനെ നോക്കി പറന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത്രയും വലിയ സൺസിറ്റിയില് ആ പവിത്രമായ ബുക്ക് നമ്മൾ എവിടെ പോയി തിരയാനാ? അതുടൻ തന്നെ നമുക്ക് കണ്ടെത്തണം മാസ്റ്റർ കിഞ്ചി. മതി, ഒന്ന് നിർത്തിക്കോ. ഞാനാകെ തളർന്ന അവശനായി. ഞാനും. ഹേയ് ഫ്രണ്ട്സ്, നമ്മൾ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ ദിവസവും എക്സസൈസ് ചെയ്യണം. ശരി, വരൂ. അറ്റ്ലീസ്റ്റ് 100 ടൈംസ് സ്കിപ്പിംഗ് എങ്കിലും ചെയ്യേ. എന്റെ ദൈവമേ, 100 ടൈംസോ? ഞാൻ ആദ്യമേ എന്തെങ്കിലും കഴിക്കട്ടെ. വേണ്ട ഡോഡോ, എക്സസൈസ് ചെയ്യുന്നതിന് കുറച്ചു മുൻപും അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോഴും ഒന്നും കഴിക്കാൻ പാടില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്ലൈമറ്റ് വളരെ നല്ലതായിരുന്നല്ലോ. പെട്ടെന്ന് വളരെ വേഗത്തിൽ കാറ്റ് എവിടുന്നാ വീശുന്നത്? ഗുഡ് മോർണിംഗ്. നിങ്ങൾ കരാട്ടയുടെ ഫേമസ് 3 മാസ്റ്റേഴ്സ് അല്ലേ? മാസ്റ്റർ കോ, മാസ്റ്റർ കിംചി, മാസ്റ്റർ ചാൻ. നിനക്ക് ഞങ്ങളെ നല്ലോണം അറിയാമോ? ആർക്കെല്ലാം കരാട്ടെ അറിയാമോ അവർക്കെല്ലാവർക്കും നിങ്ങളെ അറിയാം. അതായത് നിങ്ങള് കരാട്ടയുടെ 3 ഫൈറ്റിംഗ് ഫോംസിന്റെ 3 മാസ്റ്റേഴ്സ് അല്ലേ? പിന്നെ ഞാൻ കീക്കോ. ഇവരാണ് എന്റെ ഫ്രണ്ട്സ് ട്വിങ്കിൾ ആൻഡ് ഡോഡോ. ഓ, അത് ശരി, നീയാണോ കീക്കോ? നിന്നെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കീക്കോ വേൾഡ് ഫേമസ് ആണ്. അതുപോലെ നിങ്ങൾ എല്ലാവരും എന്നെ കുറിച്ചും തീർച്ചയായിട്ടും കേട്ട് കാണും അല്ലേ? ഇല്ല, അറിയില്ല. നിങ്ങൾ ആരാണ്?
നിങ്ങൾ കീക്കോടെ എത്ര ഒന്നും ഫേമസ് അല്ല മേയർ സാറേ. പിന്നെ ഇദ്ദേഹമാണ് ഞങ്ങളുടെ മേയർ. പിന്നെ ഞാൻ ടെമ്പോ അണ്ണ. ഈ വീടും പിന്നെ ഈ ഗാർഡനും ആരുടേതാണ്? പക്ഷേ മാസ്റ്റർ ചാങ് പ്ലീസ് ഒരു കാര്യം പറയേ, എന്താണ് പ്രശ്നം? യുദ്ധത്തിന്റെ 3 സ്റ്റൈല് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പവിത്രമായ ബുക്കാര് മോഷ്ടിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ 3 സ്റ്റൈൽ പഠിപ്പിക്കുന്ന ഒരു പവിത്രമായ ബുക്കോ എന്ന് വെച്ചാൽ എന്താ? ഡോഡോ, യുദ്ധത്തിന്റെ 3 സ്റ്റൈല് പഠിപ്പിക്കുന്ന പവിത്രമായ ബുക്ക് എന്ന് പറഞ്ഞാൽ 3 സ്പെഷ്യലായ പവർഫുൾ സ്കിൽസ് പഠിപ്പിക്കുന്ന ബുക്ക്. അതായത് സ്റ്റിക് ഫൈറ്റ്, നിഞ്ച ഫൈറ്റ്, പിന്നെ ആനിമൽ ടെക്നിക് ഫൈറ്റ്. മാസ്റ്റർ ഗോയാണ് സ്റ്റിക് ഫൈറ്റിന്റെ മാസ്റ്റർ. മാസ്റ്റർ കിംചി നിഞ്ചയുടെ മാസ്റ്റർ ആണ്. പിന്നെ മാസ്റ്റർ ചാങ് ആനിമൽ ഫൈറ്റിന്റെ. അയ്യോ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും ഈ 3 ഫൈറ്റും ഒന്നിച്ചു പഠിക്കാൻ അനുവാദമില്ലെന്നും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ആ 3 ഫൈറ്റിംഗ് ടെക്നിക് പഠിക്കുകയാണെങ്കിൽ പിന്നെ അവരെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അവൻ സൂപ്പർ പവർഫുൾ ആയി മാറും. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ 3 പേരും ഇന്നുവരെ ഫൈറ്റിംഗ് സ്കിൽസ് പഠിപ്പിക്കുന്ന ആ ബുക്സിന്റെ രക്ഷകരായിരുന്നത്. എന്നാൽ ആ ബുക്സ് ഈ കീക്കോയാണ് എടുത്തത്. മാസ്റ്റർ ചാങ്, നിങ്ങളിപ്പോ പറഞ്ഞ കാര്യത്തെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കില് കള്ളം. സാധാരണ കള്ളമൊന്നുമല്ല, ഇത് അതിഭയങ്കര കള്ളവാ. കീക്കോ ഒരിക്കലും ഒരു സാധനവും അടിച്ചു മാറ്റിയിട്ടില്ല. ആണോ? അത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം. എന്ത്? 3 ഫൈറ്റിംഗ് സ്കിൽസ് പഠിപ്പിക്കുന്ന ബുക്ക് എന്റെ വീടിന്റെ ലോണിലുണ്ടെന്നോ? നീയാണിത് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിക്കോ. ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കീക്കോ എങ്ങനെയാ കള്ളനായി മാറിയത്? പക്ഷെ ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഇത് എംറ്റി ആണല്ലോ. 3 ഫൈറ്റിംഗ് സ്കിൽസിനെ പഠിപ്പിക്കുന്ന പവിത്രമായ ബുക്ക് 3 ഭാഗങ്ങളായാണ് ഇതിൽ വെച്ചിരുന്നത്. അതിപ്പോ എവിടെയാണുള്ളത്? എനിക്കൊന്നും അറിയില്ല. ബുക്കിനെ കുറിച്ചും അറിയില്ല, ഈ ബോക്സിനെ കുറിച്ചും അറിയില്ല. ഇത് എന്റെ വീടിന്റെ ലോണിലേക്ക് എങ്ങനെയാ വന്നത്? ആ 3 മാസ്റ്റേഴ്സും എനിക്ക് യുദ്ധത്തിന്റെ പവിത്രമായ 3 പുസ്തകങ്ങളും തരില്ലെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ ബുക്ക് ഞാൻ പഠിക്കുന്നത് കാരണം ഞാൻ സ്വയമായിട്ട് ഫൈറ്റിന്റെ 3 ടെക്നിക്സും പഠിക്കാൻ പോവുകയാ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ ഫൈറ്റിന്റെ ടെക്നിക്സ് അതെല്ലാം ഞാൻ മനസ്സിലാക്കി മാസ്റ്റർ സിയാൻ പകരം വീട്ടും ആരെയും ഞാൻ വിട്ടുവെക്കില്ല. വളരെ സമർത്ഥമായി ഞാൻ ഈ പുസ്തകം സൂക്ഷിച്ചിരുന്ന ബോക്സിനെ കീക്കോയുടെ വീട്ടിലെ ലോണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ആ 3 മാസ്റ്റേഴ്സും കീക്കോയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം ഞാന് ബുക്ക് ഓഫ് പവർ കുംഫു മൊത്തം പഠിച്ചു തീർക്കും. ആ 3 സ്കിൽസും അഭ്യസിക്കും. അതിനുശേഷം ഈ ലോകത്തിൽ എന്നെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. പിന്നെ മാസ്റ്റർ സിയാനാകും ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിമാനായ ഫൈറ്റർ. അതായത് മാസ്റ്റർ ഫൈറ്റിന്റെ ടെക്നിക്സ് 3 ആണ്. അത് അഭ്യസിച്ചിട്ട് മാസ്റ്റർ സിയാൻ പകരം ചോദിക്കും, ആരെയും വിട്ടുവെക്കില്ല. മൂന്ന് മാസ്റ്റേഴ്സും ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം. 3 ഫൈറ്റിംഗ് സ്കിൽസ് പറഞ്ഞിരുന്ന ആ ബുക്ക് ഞാൻ അടിച്ചു മാറ്റിയില്ല. കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിനക്ക്? അറിയാം മാസ്റ്റർ ചാൻ, പക്ഷെ ഞാൻ ആ ബുക്ക് മോഷ്ടിച്ചിട്ടില്ല. കീക്കോ, ഈ വീട് നിന്റേതാണ്, ഈ ഗാർഡനും നിന്റേതാണ്. അതുകൊണ്ട് ഇത് മോഷ്ടിച്ചത് നീ ആയിരിക്കും. അല്ല മാസ്റ്റർ ഗോ, ഞാനല്ല ആ ബുക്ക് മോഷ്ടിച്ചത്. കീക്കോ, ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു അവസരം തരാം. മര്യാദയ്ക്ക് ആ ബുക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ദയവായി എന്നെ വിശ്വസിക്കൂ, ഞാൻ അല്ല അതെടുത്തത്. പ്ലീസ്, നിങ്ങൾ ഒരു മിനിറ്റ് ഒരു അല്പം സമാധാനിക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. 3 ഫൈറ്റിംഗ് സ്കിൽസ് അടങ്ങിയിട്ടുള്ള ആ പവിത്രമായ ബുക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് വരെ നിന്നെ തുടർച്ചയായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നീ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല.
ഇവരെ ഇങ്ങനെ വിട്ടാ ഇവരെന്റെ വീടും ഗാർഡനും മുഴുവനും നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. എന്റെ കൂട്ടുകാർക്കും അത് അപകടമായി തീരും. സൂപ്പർ സ്പീഡോയെ വിളിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ബഡി, വേഗം ഇവിടുന്ന് ഇറങ്ങ. നമ്മൾ എന്തിനാണ് അവരെ പേടിച്ചോടുന്നത്? നമ്മൾക്ക് അവരെ നേരിട്ട് ഫേസ് ചെയ്യാലോ. നമ്മളിപ്പോ അവരുമായിട്ട് ഏറ്റുമുട്ടരുത്. അതിനു പകരം അവരുടെ കളഞ്ഞുപോയ ബുക്ക് കണ്ടെത്തണം. കമോൺ. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ. കാലക്കി. ഇനി നിഞ്ചാക്കയുടെ പ്രാക്ടീസ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 സ്കിൽസും ഞാൻ അഭ്യസിച്ചു എന്നർത്ഥം. പിന്നെ ആർക്കും ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. മാസ്റ്റർ ഫൈറ്റിന്റെ ടെക്നിക് 3 ആണ്. അത് അഭ്യസിച്ചിട്ട് മാസ്റ്റർ സിയ പകരം വീട്ടും ആരെയും വിട്ടുവെക്കില്ല. ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 53. എനിക്ക് തോന്നുന്നു ആരോ എന്റെ വീടിന്റെ ലോണിൽ ആ ബുക്ക് കുഴിച്ചിട്ടിട്ട് എന്നെ കൊടുക്കാൻ നോക്കുകയാണെന്നാ തോന്നുന്നത്. എന്ന് വെച്ചാൽ അത് ആരായിരിക്കും കീക്കോ? നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒരു അങ്കിൾ ഇന്നലെ രാത്രി എന്റെ ഗാർഡനിലേക്ക് വന്നിരുന്നു. പക്ഷെ അയാൾ വഴിതെറ്റി വന്നെന്നാ പറഞ്ഞത്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ശരി, വരൂ, നമുക്ക് അയാളെ തേടി കണ്ടെത്താം. പക്ഷേ എനിക്ക് ആ അങ്കിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയാളുടെ പേരും അറിയില്ല, അഡ്രസ്സും അറിയില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്ത് ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിനൊരു വഴിയുണ്ട്. ആ അങ്കിൾ അറിയാതെ എന്റെ R7 ടച്ച് ചെയ്തു. അയാളുടെ ഫിംഗർ പ്രിന്റ്സ് തീർച്ചയായും R7 ഉണ്ടാവുന്ന തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 35 ആക്ടിവേറ്റ് ചെയ്ത് അവൻ ആരാണെന്ന് വേഗം കണ്ടെത്ത്. ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്തിട്ട് അത് വെച്ച് അവനെ ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യട്ടെ. ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ മാച്ച് ആരാണെന്ന് നോക്കാം. മാസ്റ്റർ സിയാൻ, ഇവനാ 3 മാസ്റ്റേഴ്സിന്റെ ശത്രു അല്ലേ? മാസ്റ്റർ സിയാൻ പല പ്രാവശ്യം 3 പവിത്രമായ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ബുക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ രക്ഷകനായ 3 മാസ്റ്റേഴ്സും അത് മോഷ്ടിക്കാതെ തടഞ്ഞു നിർത്തി. അതുകൊണ്ട് ആ ബുക്ക് ഇവൻ തന്നെയായിരിക്കും മോഷ്ടിച്ചത്. പിന്നെ വേഷം മാറി വന്നിട്ട് അവൻ ആ ബോക്സ് എന്റെ ഗാർഡനിൽ കുഴിച്ചിട്ടു. അപ്പൊ ആ 3 മാസ്റ്റേഴ്സും എന്നെ തേടി വരും. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ മാസ്റ്റർ സിയാൻ ആ ചാൻസ് മുതലാക്കാന്ന് കരുതിയിരിക്കുക. ആയിരിക്കാം. പക്ഷേ നമ്മൾ മാസ്റ്റർ സിയാൻ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും? ഇന്റർനെറ്റിൽ അയാളെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല. അതിനും ഒരു ഐഡിയ ഉണ്ട്. നീ ഫോർമുല നമ്പർ 5 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഫോട്ടോയുടെ ഒരു പ്രിന്റ് ഔട്ട് എനിക്കിതാ. എന്നിട്ട് നീ ആസമിലേക്ക് തിരിച്ചു പോയിക്കോ. ആവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നെ തീർച്ചയായും വിളിക്കാം. എനിക്ക് നിന്റെ പ്ലാൻ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ തിരിച്ചു പോകുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ വേഗം അതിലൊരു പ്രിന്റ് എനിക്കിതാ. ഓക്കെ ബഡി, എന്നെക്കാളും കൂടുതൽ ഞാൻ നിന്റെ ബ്രില്യൻസിന് വിശ്വസിക്കുന്നു. പക്ഷേ നീ സൂക്ഷിക്കണം. ടേക്ക് കെയർ മൈ ഫ്രണ്ട്. വേഗം, അതിവേഗം R7 തിരിച്ചു പോകട്ടെ. സൂപ്പർ സ്പീഡോ കാർ. മാസ്റ്റർ സിയാൻ, നിനക്കൊരു കാര്യം മനസ്സിലായോ? കീക്കോ മാസ്റ്റർ സിയാന്റെ കൂടെ ചേർന്നെന്നാ തോന്നുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത്. മാസ്റ്റർ സിയാൻ ആ 3 ഫൈറ്റിംഗ് രീതിയെ കുറിച്ചുള്ള ബുക്ക് അടിച്ചു മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ അയാൾ കീക്കോയുടെ സഹായം തേടി. വരൂ, മാസ്റ്റർ സിയാന്റെ അടുത്തേക്ക് പോവാൻ നമുക്ക്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് നമുക്ക് ആ പവിത്രമായ ബുക്ക് തിരിച്ചു മേടിക്കാം. ഇനി സമയം കളയരുത്. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, ഈ 3 മാസ്റ്റേഴ്സും മാസ്റ്റർ സിയാന്റെ വീടിന്റെ അഡ്രസ് തീർച്ചയായും അറിയാമായിരിക്കും. നല്ല പ്ലാനാണ് ബഡി. വേഗം അവർ ഫോളോ ചെയ്യൂ. 3 വിധത്തിലുള്ള ഫൈറ്റിംഗ് സ്കിൽസും ഞാൻ നന്നായി പഠിച്ചു കഴിഞ്ഞു.
ഇനി ഞാൻ ഈ പുസ്തകങ്ങൾ എന്നേക്കുമായി നശിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ആർക്കും ഈ ബുക്ക് വായിച്ച് പവർ കുംഫു പഠിക്കാൻ പറ്റില്ല. മാസ്റ്റർ സിയാൻ എല്ലാരോടും പ്രതികാരം ചെയ്യും, ആരെയും വിട്ടുവെക്കില്ല. അപ്പോ 3 മാസ്റ്റേഴ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? 3 വിധമായ ഫൈറ്റിംഗ് സ്കിൽസ് പഠിപ്പിക്കുന്ന പുസ്തകം, അതിന് 3 രക്ഷകന്മാര്. നിങ്ങളെ കണ്ടിട്ട് പാവം തോന്നുന്നു. ഓരോ പ്രാവശ്യത്തെ പോലെയും ഈ പ്രാവശ്യവും നിങ്ങൾക്ക് ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ ആ 3 ഫൈറ്റിംഗ് സ്കിൽസും അഭ്യസിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. മാസ്റ്റർ സിയാൻ, നിങ്ങൾക്കറിയാമല്ലോ, ആ 3 ഫൈറ്റിംഗ് സ്കിൽസും അഭ്യസിക്കാൻ ആർക്കും അനുവാദമില്ല. കാരണം മനുഷ്യൻ അത് അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ കാര്യത്തിന് യൂസ് ചെയ്യും. എനിക്കറിയാം, നല്ലോണം അറിയാം. അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനത് പഠിച്ചത്. ഇപ്പൊ ആദ്യം നിങ്ങളെ 3 പേരെ ഞാൻ ഒരു വഴിയാക്കി നോക്കിക്കോ. പിന്നെ ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ തീ വെച്ച് നശിപ്പിക്കും. ഞാൻ അവസാനമായിട്ട് നിന്നെ വാൺ ചെയ്യുകയാണ്. മര്യാദയ്ക്ക് ആ അപൂർവ പുസ്തകങ്ങൾ തിരിച്ചു തന്നേക്ക്. അതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാലം ഈ പുസ്തകങ്ങൾക്ക് നിങ്ങൾ രക്ഷകരായിരുന്നു അല്ലേ? ഇന്ന് ഞാനത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് കത്തിച്ച് നശിപ്പിക്കാൻ പോവുകയാണ്. 3 വിധമായ ഫൈറ്റിന്റെ ടെക്നിക്സ് അത് ഞാൻ പൂർണ്ണമായി അഭ്യസിച്ചു. മാസ്റ്റർ സിയാൻ പകരം വീട്ടാൻ പോവുകയാണ്. ആരെയും വിട്ടുവെക്കില്ല. ഓ നോ, മാസ്റ്റർ സിയാൻ ബോഡി ലോക്കിംഗ് ടെക്നിക് ഉപയോഗിച്ച് 3 മാസ്റ്റേഴ്സിന്റെ ബോഡിയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. മാസ്റ്റർ സിയാൻ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇപ്പോ ഈ നിമിഷം തന്നെ 3 മാസ്റ്റേഴ്സിനെ മാറ്റ്. എന്നിട്ട് ഫൈറ്റിംഗ് സ്കിൽസിന്റെ ആ ബുക്ക് തിരിച്ചു കൊടുത്തേക്ക്. കിക്കോ, നീ ഇവിടെ എത്തിയല്ലേ? അടി വാങ്ങാൻ വന്നിരിക്കല്ലേ? പക്ഷെ നീ അറിഞ്ഞോ അറിയാതെയോ, ആ 3 ഫൈറ്റിംഗ് സ്കിൽസും പഠിക്കാൻ നീ എന്നെ വളരെ സഹായിച്ചു. അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് സേഫായി ഓടിപ്പോകാൻ ഞാൻ ഒരു ചാൻസ് തരാം. ഇന്ന് പിടിച്ചോ. മാസ്റ്റർ സിയാൻ, റൈറ്റ് ടു റോങ്ങിനെ പേടിച്ച് ഒരിക്കലും ഓടിപ്പോവാറില്ല. അങ്ങനെയാണോ? ഇന്ന് പിടിച്ചോ. നീ അടി കൊണ്ട് ചാകാൻ പോകുക. മാസ്റ്റർ ഫൈറ്റിംഗ് ടെക്നിക്സ് 3 അത് അഭ്യസിച്ച മാസ്റ്റർ സിയാൻ പകരം വീട്ടും, ആരെയും വിട്ടുവെക്കില്ല. വേറെ വഴിയില്ല. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. Buddy, activate formula number 37. മാസ്റ്റർ ഫൈറ്റിന്റെ ടെക്നിക് 3 ആണ്. അത് അഭ്യസിച്ചത് മാസ്റ്റർ സിയാങ് ആണ്. എല്ലാവരോടും പകരം വിട്ടു, ആരെയും വിട്ടുവെക്കില്ല. കീക്കോ, എന്നെ രക്ഷിക്കൂ. ഇവൻ അതിഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു.
ഇപ്പൊ നീ ഇത് കണ്ട് രസിക്ക്. ഞാനിത് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഈ 3 ഫൈറ്റിംഗ് സ്കിൽസിന്റെ ബുക്കിനെ കത്തിക്കരിച്ച് ചാമ്പലാക്കും നോക്കിക്കോ. ഇനി ഞാനല്ലാതെ വേറെ ആരും പവർ കുഫു ടെക്നിക് പഠിക്കരുത്. അതുകൊണ്ട് ഞാൻ ആകാൻ പോകുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തിമാനായ മനുഷ്യൻ. കീക്കോ, വേഗം എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ അവൻ ആ ബുക്ക് കത്തിച്ചു കളയും. ഇനി എനിക്ക് മറ്റൊരു വഴിയുമില്ല. സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ, എമർജൻസി ആണെങ്കിൽ ഫോർമുല നമ്പർ 10 ആക്ടിവേറ്റ് ചെയ്തേക്ക്. ഓക്കെ ബ്രോ, ഐ ആം റെഡി വിത്ത് ഫോർമുല 10. മാസ്റ്റർ സിയാനെ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ചെന്ന് 3 മാസ്റ്റേഴ്സിന്റെ ബോഡി ലോക്കും റിലീസ് ചെയ്യണം. സോറി കീക്കോ, ഞങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയി. ഞങ്ങൾ എല്ലാവരും നിന്നെ സംശയിച്ചു. അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ക്ഷമിക്കൂ. മാസ്റ്റർ ചാൻ, മാസ്റ്റർ ഗോ, മാസ്റ്റർ കിംചി, ഇതുവരെ സംഭവിച്ചതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല. ഇതൊക്കെ മാസ്റ്റർ സിയാൻ ചെയ്ത ചതിയാണ്. നിങ്ങൾ എല്ലാവരും ആ ബുക്കിന്റെ രക്ഷകന്മാരാണ്. അതെ, ഇപ്പോ മാസ്റ്റർ സിയാൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഈ ബുക്കിൽ നിന്നും 3 ഫൈറ്റിംഗ് ടെക്നിക്സും പഠിച്ചിരിക്കുക. അതിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർമുല നമ്പർ 321 അല്ലേ സൂപ്പർ സ്പീഡോ? റൈറ്റ് കീക്കോ, ഞാൻ എന്റെ മെമ്മറി എറേസിംഗ് റേസ് വെച്ച് മാസ്റ്റർ സിയാന്റെ പഴയ ഓർമ്മകൾ മുഴുവനും മായ്ച്ചു കളഞ്ഞേക്കാം. അങ്ങനെ അയാൾ ഈ ബുക്സിൽ നിന്നും പഠിച്ച ഫൈറ്റിംഗ് ടെക്നിക്കുകളൊക്കെ മറന്നുപോകും. കണ്ടോ ബ്രോ, എന്റെ ജോലി കഴിഞ്ഞു. ശരി, ഇനിയിപ്പൊ ഞാൻ ഇയാളെ അൺലോക്ക് ചെയ്ത് വിട്ടേക്കാം. അല്ല, ഞാനാരാ? ഞാൻ എവിടെയാ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം ക്രിമിനൽ എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് കണ്ടില്ലേ? എന്താ? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ജയിലിലേക്ക് പോകൂ, അപ്പൊ എല്ലാം ഓർമ്മ വരും എന്നാ.